നമസ്കാരം. ഞാൻ നുസ്രത്ത് ജഹാൻ. ഇന്ന് നമ്മുടെ രാജ്യം ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. എന്നാലും ആഘോഷിക്കുന്ന ജന്മങ്ങളെ കാണുമ്പോഴാണ്, ശത്രുത കാണുമ്പോഴാണ് ഏറ്റവും പ്രയാസം തോന്നുന്നത്. അങ്ങ് 10,000-കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഹമാസിനും പാലസ്തീനും യമനും ഒക്കെ വേണ്ടി ജയ് വിളിച്ചവരെന്ന് കാണുന്നില്ല. മെഴുകുതിരി കത്തിക്കാൻ ആളില്ല. എല്ലാം ഭരണകൂടത്തിന്റെ മേലെ ഉള്ള അവരുടെ നോട്ട്സ് തയ്യാറാക്കി എല്ലാത്തിനും പ്ലാൻ ചെയ്ത് അവരുടെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച ഒരു അവസ്ഥയാണെന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുന്നു. 4 ആളെ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ അന്വേഷിക്കണം. ഇത് കാത്തിരുന്ന് കാണാം. ഇന്ത്യ ഇന്ന് ആരുടെ കയ്യിലാണെന്നുള്ളത് മറക്കരുത്. ധ്യായതേ വിശ്വാൻ പുംസഹ സംഗസ്തഷ്ടപുജായദേഹ സംഗത് സംജോയതേ കാമഹ കാമാത് ക്രോധാഭിജായതേ ക്രോധാ ഭവതി സമോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോഹ ബുദ്ധിനാശാത് പ്രണശ്യത്തി. ഇത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ സാംഖ്യയോഗയിലെ 62-63 വചനങ്ങളാണ്. അത് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങളെ മാത്രം ആലോചിച്ച് ഈ ലോകത്ത് നിൽക്കുന്നവന് അവന്റെ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി അവന് കാമവും ദേഷ്യവും വിരോധവും ഒക്കെ ഉണ്ടാവും. അതുപോലത്തുള്ള ജാതികളാണ് നമ്മൾ നശിപ്പിക്കേണ്ടതും. അതാണെന്ന് ഭാരതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദികളെ പറ്റിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിൽ ശ്രീരാമനോട് അർജുനൻ പറഞ്ഞ വാക്കുകളാണിത്. ശത്രുക്കളെ പറ്റിയിട്ട് ഒരിക്കലും നമ്മൾക്ക് ദയ ഉണ്ടാവാൻ പാടില്ല. തീവ്രവാദികളെ, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ, ഇന്ന് ഇസ്ലാമിസ്റ്റ് ഫണ്ടമെന്റൽ തീവ്രവാദികൾക്കൊന്നും പറയാനില്ല. ഇന്നത്തെ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററിനെയും മോദിനെയും തെറി വിളിക്കാൻ മാത്രമാണ് അവർ ഇന്നും ഇറങ്ങിയിട്ടിരിക്കുന്നത് എന്നുള്ള സങ്കടമാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നോർക്കുക, ഈ ഭാരതത്തിന് ഒരിക്കലും ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാകില്ല. വിഗ്രഹ ആരാധനയാണ് ദൈവം ഏറ്റവും ശപിക്കപ്പെട്ടത്, ബലാത്സംഗത്തിനേക്കാളും ശപിക്കപ്പെട്ടത് എന്ന് ഇന്നലെ ഒരുത്തൻ ബംഗാളിൽ പറയുണ്ടായി. ദിസ് ഇസ് ദ തിങ് ദേ ആർ ടീച്ചിങ് അസ്. ഇതൊരു തീവ്രവാദമുണ്ടാക്കി പ്രചരിപ്പിച്ചു വിട്ട് ഈ നാടിനെ, ഭാരതത്തിന്റെ സംസ്കാരത്തെ മായ്ച്ചു കളയാൻ, റൂട്ട്സ് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് റൂട്ട്സിനെ കളയാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒന്നും ഇവിടെ ഇനി വില പോകില്ല. നമ്മൾ ഒറ്റക്കെട്ടായി ഭാരതീയർ, ഹിന്ദുസ്ഥാനീസ്, നമ്മൾ ഭാരതത്തിന്റെ മക്കളാണെന്നും നമ്മൾ അതിനുള്ള ശക്തി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇന്ന് ലോകം മുഴുവനും ഭാരതത്തിനൊപ്പം നിൽക്കുമ്പോൾ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ മാത്രം ഭാരതത്തിനെതിരെ സംസാരിക്കണം എന്നുള്ളത് വലിയ സങ്കടമാണ്. എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കും. ഐക്യരാഷ്ട്രസഭയിലും ഈ മെസ്സേജുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. എന്തായാലും ഇതിനെതിരെ ഭാരതമായി തന്നെ എക്കാലം നിൽക്കും. ഒരിക്കലും നശിക്കാത്ത സനാതന ധർമ്മത്തിന്റെ അധികാരികളോ അവകാശികളോ നമ്മളായി നിൽക്കട്ടെ എന്ന് വീണ്ടും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.